നല്ല മാങ്ങാപ്പഴ കറി. മാമ്പഴ പുളിശ്ശേരി അല്ലേ? വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അരച്ച് പൊരച്ചുണ്ടാക്കി അടിപൊളി ഫിഷ് ഫ്രൈ, നാടൻ ഫിഷ് ഫ്രൈ, മാങ്ങ ഇട്ടരച്ച ഫിഷ് ഫ്രൈ. അതേ ഫിഷ് ഫ്രൈ വറുത്ത എണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ടിട്ടിട്ട് ഉള്ള ചോറ്. ഈ ചോറ് മാത്രം മതി നമുക്ക്, ഒരു കറിയും വേണ്ട. അത്ര അടിപൊളി. ചോറ് ഉരുട്ടെടുത്തു. പപ്പടം ഒരു ചെറിയ പീസ് എടുക്കട്ടെ. പപ്പടവും നമ്മുടെ ഉള്ളി മൂപ്പിച്ച ചോറും. നമ്മുടെ ചോറില് ഇതിനകത്ത് കടുമാങ്ങ വെച്ച് ഒരു മീൻ വറുത്തതും കൂടെ വെച്ച് കൊതി വരില്ല ആർക്കാണെങ്കിൽ. സൂപ്പറായിരുന്നു. ഉൾവശം ഭയങ്കര സോഫ്റ്റ്, പുറമെ നല്ല കറുമുറു കറുമുറു. നല്ല ചൂടത്ത് നമ്മൾ ഉരുകി ഒഴിക്കുകയാണെങ്കിലും ഈ സമയത്ത് ധാരാളമായി പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ കൊണ്ട് മനസ്സും ശരീരവും തണുപ്പിക്കാൻ നാടൻ വിഭവങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. പഴുത്തതും ചെനച്ചവുമായ മാങ്ങ കൊണ്ടുള്ള ഒരു മാമ്പഴക്കറി, പിന്നെ പച്ച മസാലയിട്ട് പൊള്ളിച്ചെടുത്ത ഒരു മീനിന്റെ വറവും കൂടെയാണ്. ആദ്യം നമുക്ക് പച്ചക്കുരുമുളക് പറിക്കാം. സീസണല്ല, എന്നാലും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കുരുമുളക് ഇട്ടാൽ ഈ കറികൾക്ക് നല്ല മണവും ഗുണവും രുചിയും കൂടും. അപ്പോൾ ആദ്യം അത് പറിച്ചു. നമുക്ക് 2 തണ്ട് മതി കേട്ടോ. പിന്നെ നല്ല തളിര് കറിവേപ്പില കൂടെ വേണം. ഈ കറിവേപ്പിലകൾ കത്തി കൊണ്ട് മുറിച്ചെടുക്കാൻ പാടില്ല, പകരം ഒടിച്ചെടുക്കണം എന്ന് കുറേ പേര് പറയുന്നുണ്ട്. എന്താ കാരണം അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നല്ല ചൊണയും ചൊടിയുമുള്ള 5-6 പച്ചമുളക് വേണം. ഇനിയാണ് നമ്മുടെ താരം. നല്ല പച്ചമാങ്ങ, അധികം പുളിയില്ലാത്ത മൂത്ത മാങ്ങ. ഇത് നമുക്ക് പകുതി മതിയാവുമേ. ഇനി വേണ്ടത് ഇതെല്ലാം കൂടി കഴുകി പിടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ചേരുവകളും എല്ലാം കൂട്ടി അരച്ച് മസാല തയ്യാറാക്കുകയാണ്. അപ്പൊ നോക്കാം അല്ലേ. ഇപ്പൊ ഇത് ബാസ ഫിഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വിനാഗിരിയിലും ഉപ്പിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഒരു ഗ്രീൻ മസാലയാണ് തയ്യാറാക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി ഇതേ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പച്ച കുരുമുളക് ഇടുകയാണ് കേട്ടോ. അപ്പൊ ഈ പച്ച കുരുമുളകേ ഇനിയിപ്പോൾ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു, എല്ലാം ഉണങ്ങി തുടങ്ങി. നമ്മൾ നമ്മുടെ കുരുമുളക് ചാനലിൽ കൂടെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 100% ജൈവമായിട്ടുള്ള ഓർഗാനിക് പെപ്പർ വിൽക്കുന്നുണ്ട്, വേണ്ടവർ പറഞ്ഞേക്കുക. പച്ചമുളക് ഒരു 4 ഇട്ടു. പിന്നെ നമ്മുടെ കറിവേപ്പില ചേട്ടൻ. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയിലയാണ്. 2.5 തണ്ട് പുതിനയാണ് ഇടുന്നത് കേട്ടോ. മല്ലിയിലയുടെ പിന്നെ കുഞ്ഞു തണ്ടുകളാണ്, മുറിച്ച് അങ്ങോട്ട് ഇടാം. അപ്പൊ ഒരു നാരങ്ങ കൂട്ടനെ നമുക്ക് എടുത്ത്, നാരങ്ങയുടെയൊക്കെ വില അടുക്കാൻ പറ്റില്ല, അതിനാണ് ഒരു നാരങ്ങ ഇങ്ങനെ നട്ട് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ എടുത്തൂടെ. അല്ലെങ്കിൽ വേറൊരു കാര്യവും ചെയ്യാട്ടോ. നല്ല നാരങ്ങയ്ക്ക് സീസൺ ആവുന്ന സമയത്ത്, നല്ല വില കുറവുള്ള സമയത്ത് നാരങ്ങ സിറപ്പ് എടുത്ത് വെച്ചാൽ മതി. 1/2 മുറി നാരങ്ങ ഞാൻ ഇട്ടു. ഒരു വലിയ പൂള് മാങ്ങ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. 1 ടീസ്പൂണ് ഉപ്പിട്ടു. ഇത് നരഞ്ഞു വരാനേ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. അരഞ്ഞു വരാൻ മാത്രമല്ല ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അതാ ഇനി നമ്മൾ ഇത് അടച്ച് അരച്ചിട്ട് മസാല തേച്ച് വെച്ചിട്ട് നമുക്ക് മാങ്ങാപ്പഴം കറി തുടങ്ങാം അല്ലേ. അപ്പൊ ആദ്യം എന്താ, നമ്മളൊരു മാങ്ങാപ്പഴം ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്, ചെറിയ പീസ്. മൂവാണ്ടൻ ചെനച്ചത് ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ചെനച്ച മൂവാണ്ടൻ 3 എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 5-6 പച്ചമുളക് കീറിയിടുകയാണ്. ഒരു കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. 1 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് എന്നാ ചെയ്യാം, അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആ സമയത്തേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമ്മുടെ മീൻ ഇപ്പൊ ഏകദേശം ഒരു 1/2 മണിക്കൂറായി. മീൻ അങ്ങോട്ട് വറുത്തെടുക്കാം. ഇത് നമ്മുടെ മണ്ണിന്റെ ദോശ ചട്ടിയാണ് കേട്ടോ. കുറെ പേര് മേടിച്ചവരുണ്ട്. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബെഡ് വെച്ചു. ബെഡില്ലാതെ ഒരു പരിപാടി ഇല്ല. അല്ല, കുളത്തിലും പോയി മുങ്ങിക്കിടക്കാനാ തോന്നുന്നു ഞങ്ങൾക്ക് കേട്ടോ, പാലക്കാടുകാർക്ക്. കറി ഇവിടെ കിടന്നിട്ട് മുറവിളി കൂട്ടുന്നുണ്ട്, ഞാനായേന്ന്. ഓൻ്റെ ഒരു ആഗ്രഹം നമുക്കൊന്ന് തുറന്നു നോക്കാം. സെറ്റായി. തീ കുറയ്ക്കുവാണേ. വെന്ത് ഉടയരുത് കേട്ടോ. മാമ്പഴക്കറിക്ക് മാമ്പഴം വെന്ത് ഉടയരുത്, അതങ്ങനെ കിടക്കണം. എന്നിട്ട് നമ്മൾ പീച്ച് അങ്ങ് കഴിച്ചാൽ മതി. കുറച്ചും കൂടെ നാവട്ടെ കേട്ടോ. ഞാൻ ചെറിയ തീയിൽ വെച്ചു, ഒരുപാട് തീ വേണ്ട. അപ്പം ഞാൻ വെച്ചേക്കുവാണേ. ഏകദേശം ഒരു 8 മിനിറ്റായി. മറിച്ചിടണം. എനിക്ക് ഇഷ്ടമില്ലാത്തതും പേടിയുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ എണ്ണ തെറിപ്പിക്കും. എന്നാലും ഇതിപ്പോൾ വീരേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് മറിച്ചിടട്ടെ. ഏകദേശം ഒരു വെന്തു തോന്നുന്നു കേട്ടോ. മാങ്ങാപ്പഴം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അരപ്പ് അങ്ങോട്ടിടാം. ഒരു 1/2 മുറി തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും മാത്രം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെ കുഴഞ്ഞിരിക്കുന്ന കറിയല്ല, കുറച്ച് നീണ്ടിരിക്കുന്ന കറിയാണ്. ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. തീ കൂട്ടി വെച്ചു, ഒന്ന് തിളയ്ക്കട്ടെ. തിളകി വരുന്നവരെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. തിളച്ചിട്ടുണ്ടാവണം. നോക്കിക്കേ, യെസ്, തിളച്ചു, എല്ലാം പാകമായി, സെറ്റായി. നമുക്ക് തൽക്കാലം ഇറക്കി വെക്കുവാണ് ഞാൻ. ഇതാ നമ്മുടെ വാൽപ്പത്തിരി ചട്ടിയാണ് കേട്ടോ. ഒരു പിടിയുണ്ട്. പാലപ്പത്തിന് ഇതാണ് ഉപയോഗിക്കുക. നമ്മൾ ഇതുവരെ എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ
പൊട്ടിക്കുമ്പോൾ കുറച്ച് ആർഭാടമായിട്ട് പൊട്ടിക്കുവാണേ. ഇങ്ങനെയുള്ള കറികൾക്ക് ഒരു തരി നെയ്യ് അടിപൊളിയാണ്. 1/2 സ്പൂണ് നെയ്യ്. കടുക് ഇടുകയാണ്. ധാരാളം ചെറിയുള്ളി ഒന്ന് മൂത്തോട്ടെ കേട്ടോ. മൂത്ത് വരുന്നുണ്ട്. വറ്റൽ മുളക് പൊട്ടിച്ച് ഇടാം. കറിവേപ്പില ഇട്ടു. ഇങ്ങനെ ഓഫ് ചെയ്യണേ. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക്, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് ക്രഷ് ചെയ്തത്. ഈ ഒരു മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വാവ്. അപ്പൊ നമ്മളെല്ലാം സെറ്റാക്കി. വറുത്ത എണ്ണ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. പച്ച എണ്ണയായിട്ടോ. അതിലേക്കൊരു ചെറിയ പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മുടെ ചെറിയുള്ളി കുറച്ചെടുത്തൊന്ന് മൂപ്പിക്കുകയാണ്. ചെറിയുള്ളി മൂത്തതിന് ശേഷം നമ്മുടെ പച്ചമസാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ടു. ഒരു തുണ്ട് ഉപ്പും കൂടെ ഇടുവാണേ. കിളുന്ത കറിവേപ്പില ഞാൻ ഇട്ടു. നല്ല ജൈവ മട്ടേരി ചോറ്. നോക്ക് സാധനം എങ്ങനെയുണ്ടോ നോക്ക്. നല്ല മാങ്ങാപ്പഴ കറി. മാമ്പഴ പുളിശ്ശേരി അല്ലേ? വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അരച്ച് പൊരച്ചുണ്ടാക്കി അടിപൊളി ഫിഷ് ഫ്രൈ. നാടൻ ഫിഷ് ഫ്രൈ, മാങ്ങ ഇട്ടരച്ച ഫിഷ് ഫ്രൈ. അതേ ഫിഷ് ഫ്രൈ വറുത്ത എണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ടിട്ട് ഉള്ള ചോറ്. നമ്മുടെ ചോറിന്റെ ടേസ്റ്റ് ആദ്യം നോക്കട്ടെ കേട്ടോ. ഈ ചോറ് മാത്രം മതി നമുക്ക്, ഒരു കറിയും വേണ്ട. അത്ര അടിപൊളി. ചോറ് ഉരുട്ടെടുത്തു. പപ്പടം ഒരു ചെറിയ പീസ് എടുക്കട്ടെ. പപ്പടവും നമ്മുടെ ഉള്ളി മൂപ്പിച്ച ചോറ്. അപ്പൊ പപ്പടം എടുത്ത് പൊട്ടിച്ചു. അതിന്റെ കൂടെ പച്ചമാങ്ങാച്ചാറ്, ഫിഷ് ഫ്രൈ ഒന്ന് നോക്കുകയാണെ. നമ്മുടെ മീൻ വറുത്തത് കണ്ടാ. പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ആദ്യം നല്ല മുരിഞ്ഞുണ്ട് കേട്ടോ. സെറ്റ് ആയിട്ടുണ്ട്. പച്ചക്കുരുമുളക്, പച്ചമുളക്, കറിവേപ്പില, നല്ല പുതിന, മല്ലിയില, കൂടെ നല്ല പച്ചമാങ്ങയും ഇഞ്ചി വെളുത്തുള്ളി. കിടുക്കാച്ചി ഐറ്റം ആണേ. നമ്മുടെ ചോറില് ഇതിൻ്റെ അകത്ത് കടുമാങ്ങ വെച്ച് ഒരു മീൻ വറുത്തതും കൂടെ വെച്ച് കൊതി വരില്ല ആർക്കാണെങ്കിൽ. സൂപ്പറായിരുന്നു. ഉൾവശം ഭയങ്കര സോഫ്റ്റ്, പുറമെ നല്ല കറുമുറു. ഇനി നമ്മുടെ മൈ ഫേവറേറ്റ്. അതിൻ്റെ ഒരു കളറ് നോക്ക്. ചില കറികൾ കണ്ടിട്ട് നമുക്ക് കഴിക്കാം അല്ലേ. പച്ചമുളകൊക്കെ മാറ്റി വെക്കട്ടെ. ഒന്ന് പിഴിഞ്ഞ് കഴിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മാമ്പഴ കറി. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ. നമുക്ക് നമ്മുടെ കറി ഇട്ടങ്ങോട്ട് കുഴയ്ക്കാം. മാങ്ങാപ്പഴമൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് മാത്രം ഒന്ന് തിന്നോട്ടെ കേട്ടോ. പപ്പടം മസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ മീൻ മാറ്റി വെച്ചു. എന്നാൽ പോലും നമ്മുടെ ഉള്ളി മൂപ്പിച്ച നല്ല മട്ടേരിച്ചോറിലേക്ക് മാമ്പഴക്കറി ഒഴിച്ച് ഒരു പപ്പടം എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഒരു ചെറിയ പീസ് മീൻ ഒന്ന് ഒതുക്കി. വെജിറ്റേറിയൻകാര് മീൻ പോലെ ഒരു കാര്യം ചെയ്തോ, നല്ല കൊണ്ടാട്ട മുളക് വെച്ചോ, അല്ലെങ്കിൽ നല്ല എരിവുള്ള എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി. ഓക്കെ, മീനിന്റെ മസാല കുറച്ചും കൂടെ ഞാൻ എടുത്തു. ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് പൊട്ടിച്ചിട്ടു. കുഴച്ച് എല്ലാം കൂടെ എടുത്ത്. വലിയ ഉരുളയാണ് വരുന്നത് കേട്ടോ. എൻ്റെ കുഴപ്പമല്ലേ, ഞാൻ ശരിക്കും നിരപരാധിയല്ല. ഏത് രീതിയിൽ തിന്ന് നോക്കിയാലും അടിപൊളി ടേസ്റ്റ്. മാമ്പഴ പുളിശ്ശേരി ഫേവറേറ്റ് ആണ്, സമ്മതിച്ചു. പക്ഷെ മാമ്പഴക്കാലത്ത് ഉണ്ടാക്കുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയാണ് ഈ മാമ്പഴത്തിന്റെ കറി. തൈര് വേണ്ടെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ മറ്റേനേക്കാൾ എളുപ്പമാണ്. പുളി വരുന്നില്ല അധികം. ഭയങ്കര ഇഷ്ടമായി. ഇന്നുണ്ടാക്കിയ എല്ലാ ഐറ്റവും ഒന്നിനൊന്നും മെച്ചം. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഉറപ്പായിട്ടും പരീക്ഷിക്കണം. അപ്പൊ അതുപോലെ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ആരെങ്കിലും ഇനി നമ്മളെ ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ബാക്കിയുണ്ടെങ്കിൽ അതും ചെയ്യണം. അടുത്തൊരു കിടിലൻ നാടൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.